ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി വരുമ്പോൾ ഭാഗ്യശ്രീ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. താനിട്ടിരിക്കുന്ന ഡ്രസ്സ് കൊള്ളാമോ എന്നൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ബലരാമൻ ഭാഗ്യശ്രീയോട്. ഞാൻ നേരത്തെ ഇട്ട ഷർട്ട് എനിക്കത്ര സ്യൂട്ടാവാത്ത പോലെ, ഇത് കൊള്ളാമോ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഭാഗ്യശ്രീ പറയും, എന്റെ ഏട്ടാ, ഇതിപ്പോ 7-മത്തെയോ 8-മത്തെയോ ഡ്രസ്സാണ് മാറ്റിക്കൊണ്ട് വരുന്നത്. എന്തൊരൊരുക്കമായത്! ഏട്ടന്റെ കല്യാണ നിശ്ചയമാണെന്ന് തോന്നുമല്ലോ ഈ ആവേശമൊക്കെ കണ്ട. എടീ, കല്യാണ ചെറുക്കന്റെ ഏട്ടനല്ലേ ഞാൻ, അപ്പൊ അതിന്റെ ഒരു ഉഷാറൊക്കെ വേണ്ടേ? കൃഷ്ണനും കൃപയ്ക്കും ഒക്കെ എന്നെ കാണുമ്പോൾ ഒരു കുറവ് തോന്നാൻ പാടില്ലല്ലോ. പിന്നെ പെണ്ണിന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒരു യോഗ്യതയൊക്കെ കാണിക്കണ്ടേ? ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ ബലരാമനോട് ചോദിക്കുന്നുണ്ട്, അതിനേട്ടാ, അവരുടെ താലികെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞതാണല്ലോ, ഇതൊരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന കാര്യമല്ലേ? എന്നാലും എന്റെ ഏട്ടൻ ചെല്ല്, ഏട്ടൻ തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാർ. പിന്നെ ഉടനെ തന്നെ ഏട്ടന്റെ പെണ്ണ് കാണലും നിശ്ചയമൊക്കെ വേണമെന്ന് ഭാഗ്യശ്രീ പറയുന്നത് കേട്ടിട്ട് ബലരാമന്റെ കള്ളച്ചിരിയോടെ, അതൊക്കെ നമുക്ക് ആലോചിക്കാം, അപ്പൊ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. വാതിൽ ചെന്ന് തുറക്കുന്നതും സുമിത്രയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഭാഗ്യശ്രീ ചെന്നിട്ട് സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ്. സുമിത്രയാണെങ്കിൽ ഭാഗ്യശ്രീ കയ്യിലെടുക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും എന്നെ തൊട്ട് പോരുതെന്ന് പറഞ്ഞിട്ട് സുമിത്രയെ അങ്ങോട്ട് മാറ്റുകയാണ് ഭാഗ്യശ്രീ. എന്നാൽ ബലരാമനാണെങ്കിൽ സുമിത്രയെ കാണുന്നതും വളരെ സ്നേഹത്തോടെയൊക്കെ അകത്തേക്ക് വന്ന് ഇരിക്കാൻ പറഞ്ഞൊക്കെ ക്ഷണിക്കുമ്പോൾ ഭാഗ്യശ്രീക്ക് ബലരാമൻ ചെയ്ത ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അകത്തേക്ക് വന്ന് ഇരിക്കാനോ? എന്തിന്? അതൊന്നും വേണ്ട ഏട്ടാ. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആരാ ഇരിക്കുന്നേ? ഭാഗ്യശ്രീയുടെ ആ ചോദ്യം കേട്ട് സുമിത്ര മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ മോനും എന്റെ മോളും ഇവിടെ ഉണ്ടല്ലോ, അവരെ കാണാൻ വന്നതാ ഞാൻ. സുമിത്രയുടെ വാക്കുകൾ കേട്ട് ഭാഗ്യശ്രീക്ക് ദേഷ്യമാവുന്നുണ്ട്. മോനും മോളുവോ? ആര്? നിങ്ങൾ എന്നെ കൊല്ലാൻ വരെ നോക്കി, ഏട്ടനെ കൊണ്ട് പലരെയും കൊല്ലിക്കാനും നോക്കി, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ നോക്കുന്ന ആള് എങ്ങനെ ഞങ്ങളുടെ അമ്മയാവുന്നേ? എല്ലാം ക്ഷമിച്ചു കളയാൻ ഭാഗ്യശ്രീയെ ഉപദേശിക്കുന്നുണ്ട് ബലരാമൻ. പക്ഷേ ഭാഗ്യശ്രീ അതിന് തയ്യാറാവുന്നില്ല. നിങ്ങൾ ജയിലിൽ പോയ ആ ദിവസങ്ങളായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ. ജീവപര്യന്തം കൊടുത്ത് അകത്തിടുന്നവരെ ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങോട്ട് വന്നു, നിങ്ങളെ കണ്ടു, ഇനി തിരിച്ചു പോ, ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് തന്നെ അറുത്തുമുറിച്ച് ഭാഗ്യശ്രീ പറഞ്ഞപ്പോ സുമിത്ര പിന്നെ സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് ബലരാമനോട് ചോദിക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്റെ മോൾ എന്നെ ഇങ്ങനെ ആട്ടി ഇറക്കുക. ഞാൻ പോയിക്കോളാം, പക്ഷെ രാമൻ പറയണം. എന്റെ രാമൻ പറഞ്ഞ ഞാൻ പോയിക്കോളാം. ഭാഗ്യശ്രീ ഇപ്പൊ ബലരാമനെ നോക്കിയിട്ട് ഇവരോട് ഇറങ്ങിപ്പോവാൻ തന്നെ പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ബലരാമനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ബലരാമൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവർ ഈ കാണിക്കുന്നതെല്ലാം കള്ള സെന്റിമെന്റ്സാ, അഭിനയമാണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. എത്ര ഹാപ്പി ആയിരുന്നു, പെട്ടെന്ന് ഒരു നെഗറ്റീവ് എനർജി വ്യാപിച്ചു. അതിന് കാരണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബലരാമനാണെങ്കിലും പിന്നീട് സുമിത്രയോട്, അമ്മേ, നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം, ഇപ്പൊ ഒരിടം വരെ പോകാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് സുമിത്രയെ ഒഴിവാക്കി വിടാൻ നോക്കുന്നതും സുമിത്ര അങ്ങോട്ട് കയറി ചോദിക്കുന്നുണ്ട്, കൺമണിയുടെ വിവാഹ നിശ്ചയത്തിനല്ലേ നീ പോകുന്നതെന്ന്? ഞാൻ അറിഞ്ഞുവല്ല, പക്ഷേ അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് വേണോ മോനെ ഇങ്ങനെ ഒരു മംഗളകാര്യത്തിന് പോകാൻ? സുമിത്രയുടെ സംസാരമൊക്കെ കേട്ട് ഭാഗ്യശ്രീ പിന്നെയും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ പിന്നെ ഗുരുത്വം, മംഗളം, ആ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയോ? ഏട്ടാ, ഇതൊന്നും കേട്ട് ഏട്ടൻ വിശ്വസിക്കരുത്, ഇതൊക്കെ ഇവരുടെ നമ്പറുകളാ, ഏട്ടൻ വീണ് പോരുത്. ബലരാമനാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും സുമിത്രയോട് സിമ്പതിയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അമ്മ വീടിനകത്ത് കയറി ഇരിക്കാൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഭാഗ്യശ്രീ എന്നെ ചോദിച്ചു പോവുകയാണ് ബലരാമനോട്, നന്നാവാൻ ഒരുക്കമില്ലേന്ന്. സുമിത്രയ്ക്ക് ഏതായാലും സന്തോഷമാവുന്നുണ്ട് മനസ്സിൽ. എന്നിട്ട് പറയും, മോനെ, നീ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും എന്റെ വയറ്റിൽ പിറന്ന മോള് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഭാഗ്യശ്രീ തിരിച്ചു പറയുന്നുണ്ട്, കേട്ടോ, ആ വയറ്റിൽ പിറന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അപമാനമെന്ന്. എന്തായാലും ബലരാമനോട് പോയിട്ട് വരാൻ തന്നെ സുമിത്ര പറഞ്ഞത് കേട്ട് ബലരാമൻ ഭാഗ്യശ്രീയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ബലരാമൻ എന്തായാലും അനുവാദം കൊടുത്തല്ലോ അകത്ത് കയറിയിരിക്കാൻ. സുമിത്ര ഒന്നും നോക്കാതെ ഭാഗ്യശ്രീയെ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ഭാഗ്യശ്രീ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോവുകയാ? നിങ്ങൾ ഏട്ടനെ വീഴ്ത്തി അങ്ങ് മയക്കിയല്ലേ? പക്ഷെ നിങ്ങളുടെ പഞ്ചാര വാക്കുകളിൽ ഞാൻ വീടില്ല. ഇതൊക്കെ കേട്ട് സുമിത്രയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. എങ്കിലും ക്ഷമിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഭാഗ്യശ്രീ പറയും, നിങ്ങളല്ല ക്ഷമിച്ചു നിൽക്കുന്നത്, ഞാനാണ് ക്ഷമിച്ചു നിൽക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടു ഞാൻ. സുമിത്ര പിന്നെ ഭാഗ്യശ്രീയും സ്നേഹം അഭിനയിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ദേഹത്തെല്ലാം കൈവയ്ക്കാൻ നോക്കുമ്പോൾ ആ കൈയെല്ലാം തട്ടി മാറ്റുകയാണ് ഭാഗ്യശ്രീ കോപത്തോടെ. എന്നിട്ട് പറയും, നിങ്ങൾ ആ കൈ എന്റെ ദേഹത്ത് തൊട്ടുപോരുത്, ആ കയ്യിൽ രക്തക്കറയുണ്ട്. എന്തായാലും ഇതുകൂടെ ആയപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ സുമിത്ര പുറത്തെടുക്കുകയാണ് ഭാഗ്യശ്രീക്ക് നേരെ. ഭാഗ്യശ്രീയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു നിർത്തുകയാണ്. ശേഷം ഭാഗ്യശ്രീയെ നല്ല വിരട്ടുന്നുണ്ട്. ഭാഗ്യശ്രീ ഒന്ന് പേടിച്ചെന്ന് മനസ്സിലാക്കുന്നതും കഴുത്തിന്റെ പിടിയെല്ലാം വിട്ട്, നീ എല്ലാം പറയുകയല്ലേ ഉള്ളൂ, ഞാൻ പക്ഷെ പ്രവർത്തിക്കും. കൊല്ലണമെന്ന് വെച്ചാൽ കൊല്ലും, തിന്നണമെന്ന് വെച്ചാൽ തിന്നും, മോളെന്നോ മോനെന്നോ ഒന്നും ഞാൻ നോക്കില്ല.
എന്റെ ലക്ഷ്യം സാധിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. ഇതും പറഞ്ഞ് വാശിയോടെ അകത്തേക്ക് കയറി പോവുക തന്നെയാണ് സുമിത്ര. അതിനുശേഷം കാണിക്കുന്നത് കൺമണി അമ്പലത്തിൽ ചെന്ന് വിഘ്നേശ്വരനോട് നന്ദി പറയുകയാണ്. ഇന്ന് കല്യാണത്തിന്റെ തീയതി കുറിക്കുന്ന ദിവസമായതുകൊണ്ട് എല്ലാം മംഗളമാക്കി തരാൻ പ്രാർത്ഥിക്കുന്നുകൊണ്ട് സുജാതയുടെ മനസ്സ് മാറാനും കൺമണി പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഉണ്ണിത്തിരുമേനി വന്നിട്ട്, കൺമണി ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ, കല്യാണത്തിന്റെ തീയതി കുറിക്കുന്നതിന്റെ ഒരാനന്ദമാണല്ലേ, ഇതൊക്കെ ഉണ്ണിത്തിരുമേനി എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ചിന്ത കൺമണിക്കുണ്ട്. അക്കാര്യം ഉണ്ണിത്തിരുമേനിയോട് തുറന്നു തന്നെ ചോദിക്കും. അപ്പൊ ഉണ്ണിത്തിരുമേനി കൊടുക്കുന്ന മറുപടി, മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും എന്നൊരു ചൊല്ലില്ലേ, അത് തന്നെ ഭഗവാന്റെ അടുത്ത് നിന്നതിന്റെ ഗുണം. ഞാനും ഒരു കൊച്ചു ഭഗവാനായി മാറിയോന്നാണ് എന്റെ സംശയം. കൺമണി ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിത്തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിത്തിരുമേനിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? വിനായകൻ എന്നല്ലേ? വിനായകൻ എന്ന് വെച്ചാൽ ഗണപതി. ഉണ്ണിത്തിരുമേനി പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ വരുന്നുണ്ടേ, ഇനി ഭഗവാന്റെ അംശം വല്ലതുമാണോ? എന്നാൽ കൺമണി ഈ പറഞ്ഞത് ഭഗവാൻ കേൾക്കണ്ടെന്നും എന്റെ ചെവിക്ക് പിടിച്ച് തിരിക്കുമെന്നുമാണ് ഉണ്ണിത്തിരുമേനി ചിരിയോടെ പറയുന്നത്. എന്നാൽ കൺമണി പറയും, എനിക്ക് നേരത്തെയുള്ള സംശയമാണ്, ഉണ്ണിത്തിരുമേനി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ തോന്നൽ വന്നതാ. ഉണ്ണിത്തിരുമേനി പറഞ്ഞു കൊടുക്കും, എന്നാലേ അങ്ങനെയുള്ള ഒരു തോന്നലും വേണ്ട. പിന്നെ ഞാൻ ഭഗവാനാണോന്ന് ചോദിച്ചില്ലേ, ഒരർത്ഥത്തിൽ ഭഗവാനാ. ഞാൻ മാത്രമല്ല, ചേച്ചിയും ഈശ്വരൻ തന്നെയാ. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ടെന്നല്ലേ പറയാറ്. നല്ലത് ചെയ്യുമ്പോൾ ഈശ്വരൻ ഉണരും. അങ്ങനെ നോക്കിയാ ചേച്ചിയാണ് ദൈവത്തിന്റെ ഏറ്റവും നല്ല അവതാരം. നല്ല കാര്യങ്ങളല്ലേ ചേച്ചി ചെയ്യാറുള്ളൂ. ഇതൊക്കെ കേട്ട് ഉണ്ണിത്തിരുമേനി വിഷയം മാറ്റുകയാണോ എന്ന് ചോദിക്കുന്ന കൺമണിയോട് അല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിത്തിരുമേനി. തുടർന്ന് കൺമണി ചോദിക്കുകയാണ്, എല്ലാം പ്രവചിക്കുന്ന ആളല്ലേ ഉണ്ണിത്തിരുമേനി, എങ്കിൽ പറ, എന്റെ കല്യാണം എന്നായിരിക്കും? അത് വലിയൊരു ആകാശമായിരിക്കും എന്നൊക്കെ ഉണ്ണിത്തിരുമേനി പറയുമ്പോൾ, അതല്ല ഞാൻ ചോദിച്ചത്, കല്യാണം എന്നായിരിക്കും എന്നാ. എന്നാൽ ഉണ്ണിത്തിരുമേനി അതിനും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാതെ, കൺമണിയുടെ കല്യാണം വലിയ ഗ്രാൻഡ് ആയിരിക്കും, ഒരുപാട് പ്രമുഖരൊക്കെ വരും എന്നുള്ള രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. കൺമണി വീണ്ടും കല്യാണം എന്നായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും പൂജയ്ക്ക് സമയമായെന്ന് പറഞ്ഞ് ഉണ്ണിത്തിരുമേനി അങ്ങ് പോവുകയാണ്. അത് കാണുമ്പോൾ കൺമണിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിനെന്താ ഉണ്ണിത്തിരുമേനി ഉത്തരം പറയാത്തത്? കല്യാണം എന്ന് നടക്കുമെന്ന് എന്തുകൊണ്ട് ഉണ്ണിത്തിരുമേനിക്ക് പറയാൻ പറ്റാത്തത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭഗവാനെ നന്നായിട്ട് വിളിച്ചോളാനും അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാനുമാണ് ഉണ്ണിത്തിരുമേനി കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ നിന്നും കൺമണിക്ക് മനസ്സിലാവുകയാണ് പല പ്രോബ്ലംസും ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. കൺമണിയുടെ വീട്ടില് ശ്രീനിവാസനും മനോജും ഒരുങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ശ്രീനിയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അമ്മായിമാര് കമന്റ് പറയുന്നുണ്ട്, ഏട്ടൻ ആകെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ, മുഖത്തൊരു പ്രകാശമുണ്ട്. ഏട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമല്ലേ ഇന്ന് നടക്കാൻ പോകുന്നത്, അതിന്റെ സന്തോഷം പിന്നെ കാണാതിരിക്കില്ലല്ലോ. ശ്രീനിവാസനൊപ്പം പറയും, സന്തോഷമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ഭയവും ഉണ്ട്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് മനോജും അമ്മായിമാരും ശ്രീനിവാസന് ധൈര്യം കൊടുക്കുന്നു, സന്തോഷമായിട്ടിരിക്കാൻ തന്നെ ഉപദേശിക്കുന്നു. അപ്പോഴേക്കും ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഗോകുലെത്തുമ്പോൾ, സ്കൂളിൽ പോകുന്നത് മാറ്റിയിട്ട് നീ വരണ്ടെന്നും, അതുമല്ല ഇതൊരു ചെറിയ ചടങ്ങല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് മനോജ്. ശ്രീനിവാസനപ്പം ചോദിക്കുന്നുണ്ട് മനോജിനോട്, സ്ത്രീധന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കണ്ടെന്ന്. അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് മനോജ്. അതേസമയം സുലോചന മനോജിനോടായിട്ട്, ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും ശരി, കല്യാണം എത്രയും പെട്ടെന്ന് നടത്താമോ അത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിൽ ചെന്ന തീയതി കുറിക്കുന്ന ചടങ്ങിനെ പറ്റി മാത്രമായിരിക്കും ചിന്ത. അങ്ങനെയും പറഞ്ഞ് അമ്മായിമാർ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവര് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നമ്മുടെ ശ്രീനിക്ക് വയ്യാതാവുകയാണ്. വല്ലാത്ത ചുമയും നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ട് ശ്രീനി സോഫയിലിരിക്കുമ്പോൾ എല്ലാവർക്കും അത് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും മനോജും അമ്മായിമാരും നെഞ്ചെല്ലാം തടവി കൊടുക്കുന്നുണ്ട് ശ്രീനിക്ക്. ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രീനി വേണ്ടാന്ന് തന്നെ പറയും. അവസാനം വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുക്കുന്നതും ശ്രീനി ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നതാണ് എനിക്ക്, അതിപ്പോൾ മാറി. എന്നാൽ മനോജിനും അമ്മായിമാർക്കും ഒക്കെ ടെൻഷൻ തന്നെയാണ്. അവർ പിന്നെയും ശ്രീനിയോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ പോരെയെന്ന്. പക്ഷെ ശ്രീനി പറയും, വേണ്ട, എന്റെ കുഞ്ഞിന്റെ കാര്യം, അതിന് ഭഗവാൻ തടസ്സമൊന്നും വരുത്തില്ല, പ്രയാസമൊക്കെ മാറി ഇപ്പോൾ, അതുകൊണ്ട് നമുക്കിപ്പോൾ പോവാന്ന് പറഞ്ഞ് തന്നെ മനോജിനെ വിളിക്കുകയാണ്. റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് മനോജ് പറഞ്ഞപ്പോഴും ശ്രീനി അതിനും കൂട്ടാക്കുന്നില്ല. എല്ലാം മംഗളകരമായിട്ട് നടത്തണേ എന്ന് വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചത് ശ്രീനി മനോജിനോടൊപ്പം ഇറങ്ങാൻ തന്നെ തുടങ്ങുന്നു. കൺമണി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകുമ്പോഴും ഉണ്ണിത്തിരുമേനി പറഞ്ഞ വാക്കുകളെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. എന്നാലും ഉണ്ണിത്തിരുമേനി എന്തുകൊണ്ടായിരിക്കും കല്യാണം എന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് പറയാതിരുന്നത്? ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടായിരിക്കുമോ, അതോ എന്റെ തോന്നലോ? വിവാഹ തീയതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉണ്ണിത്തിരുമേനി ഒഴിഞ്ഞു മാറി. കൺമണി ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് കൃഷ് കൺമണിയെ കാത്തു നിൽക്കുന്നത് കൺമണി കാണാനിടയാവുന്നത്. കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കൺമണി. കൺമണിയുടെ മുഖത്തെ വിഷമഭാവം കാണുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര ആലോചിക്കാൻ, മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, എന്തു പറ്റി? കൺമണി ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കൃഷി ചോദിക്കുന്നുണ്ട്,
ഉണ്ണിത്തിരുമേനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് പേടിച്ചതാണോ? കൺമണിക്ക് ആകെ അതിശയം തോന്നുകയാണ് കൃഷി ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഓർത്തിട്ട്. എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് കൃഷിനോടൊപ്പം. കൃഷി ചിരിച്ചുകൊണ്ട് പറയും, ഞാനും അമ്പലത്തിൽ കയറി ഉണ്ണിത്തിരുമേനിയും കണ്ടു, ദാ ലഡുവും തന്നു. പിന്നെ ഉണ്ണിത്തിരുമേനി പറഞ്ഞത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് കൺമണിയോട് പറയണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. കൺമണി സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം എന്ന് പറഞ്ഞ് കൃഷി പ്രസാദമായി കിട്ടിയിരിക്കുന്ന ആ ലഡു എടുത്ത് കൺമണിയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുന്നു. ഓ, ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. പിന്നെ ഉണ്ണിത്തിരുമേനി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കല്യാണം എന്നാണ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാത്രം അതിന് മറുപടിയില്ല. എനിക്ക് ആകെ സങ്കടമായി. കൺമണി ഇത് പറഞ്ഞു കേട്ടപ്പോൾ കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ണിത്തിരുമേനിയുടെ ഒരു കുസൃതിയായിരുന്നു കൺമണി. ആളിന് പിന്നീട് അത് വലിയ വിഷമമായി. പിന്നെ നമ്മുടെ കല്യാണം എന്ന് നടക്കുമെന്നുള്ളത് നമ്മൾ കൂടെ നേരിട്ട് കാണാൻ പോവുക. അതുകൊണ്ട് വേഗം വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കൺമണിയെ. കൺമണി ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. നമ്മുടെ കല്യാണ തീയതി കുറിക്കുമ്പോഴേ നമ്മളും അവിടെ വേണം. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് കൃഷി പറയുന്നത് കേട്ട് കൺമണിക്ക് പേടിയാവുകയാണ്. ഞാൻ വരുന്നില്ലെന്ന് പറയും. മാത്രമല്ല അവിടെ ഏട്ടനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ദിവസം കുറിക്കുന്ന ചടങ്ങിന് പെണ്ണുങ്ങൾ വരാറുമില്ല. കൃഷിന് ആ നിയമങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെഴുതണമെന്നാണ് ആഗ്രഹം. കൺമണിയോട് വരാൻ തന്നെ പറഞ്ഞ് നിർബന്ധിക്കും. പക്ഷേ എന്നിട്ടും കൺമണി സമ്മതിക്കുന്നില്ല. വേണ്ട സാർ, പിന്നെ മാഡത്തിനൊന്നും അത് ഇഷ്ടമാവില്ല. അതിനും കൃഷി കൂളായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്, മാഡം സമ്മതിക്കണ്ട, പക്ഷേ എനിക്ക് പിടിക്കും. ഞാൻ ഈ കാറ് കയറുന്നോ അതോ ഞാനായിട്ട് പിടിച്ച് കയറ്റണോ? ഇങ്ങനെ പറയുന്ന കൃഷ്ണനോട് കൺമണി വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ വന്നേ പറ്റുമെന്ന് നിർബന്ധമുണ്ടോ സാർ? നിർബന്ധം ഉണ്ടെന്ന് തന്നെ പറയുകയാണ് കൃഷ്. ഒടുവിൽ കൺമണിയും മനസ്സില്ലാ മനസ്സോടെ ഞാൻ വരാമെന്ന് തന്നെ സമ്മതിക്കും. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം സാറ് തന്നെ ഏറ്റെടുക്കണം എന്നൊരു നിബന്ധന വയ്ക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് തന്നെ പറഞ്ഞ് കൺമണിയുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് തന്നെ കൃഷി കൊണ്ടുപോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന വരുണിനെ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് നേഴ്സ്. വരുണിന്റെ കൂടെ വരുണിന്റെ അച്ഛനും അനിരുദ്ധും ഒക്കെ ഉണ്ട്. നേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട് വരുണിനോട്, അറിയാലോ ഇനി എല്ലാം എങ്ങാനും പൊട്ടിയാ കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന വരുൺ അവരോടും ദേഷ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ കണ്ടിട്ടല്ല ഈ വരുൺ ഭൂമിയിലേക്ക് വന്നത്. ആണുങ്ങളായ തല്ലും പിടിയും ഒക്കെ ഉണ്ടാവും, കൊള്ളും കൊടുക്കും. എന്നാൽ വരുണിന്റെ അച്ഛനത് തിരുത്തും. നീ കൊടുക്കുമെന്ന് പറയാതെ കൊള്ളുമെന്ന് പറ, അതാ ശരി. നേഴ്സ് ചോദിക്കുന്നുണ്ട്, അല്ല മോന് ഈ നാട്ടിൽ അത്രയും ശത്രുക്കളുണ്ടോ? അപ്പോൾ വരുൺ പറയും, അല്ല, എനിക്ക് ഈ നാട്ടിൽ ആകെ ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്. പിന്നെ അത് 2ആയി, കൃഷും കൺമണിയും. ഇപ്പൊ 3ആയി, കൃഷും കൺമണിയും മനോജും. 3 ഒന്നിനൊന്ന് മെച്ചവാ. ഒക്കെ കേൾക്കുന്ന നേഴ്സാകട്ടെ വരുണിനോട് അന്യനാട്ടിൽ പോയി ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുമ്പോൾ, ഞാൻ അന്യനാട്ടിൽ പോകുമെന്നും പക്ഷെ പോകുമ്പോഴേ കൺമണിയും കൂട്ടിക്കൊണ്ടേ പോകൂ. എനിക്ക് കല്യാണം നിശ്ചയിച്ചിരുന്ന പെണ്ണായിരുന്നു കൺമണി. പിന്നീട് അവള് കാല് മാറി. അപ്പോൾ നേഴ്സാണെങ്കിലും പറഞ്ഞു പോവാണ്, എങ്ങനെ കാല് മാറാതിരിക്കും? സ്വബോധമുള്ള ആരെങ്കിലും തന്റെ കൂടെ നിൽക്കൂ. വരുണിനും അത് കേട്ട് ദേഷ്യാവുന്നു. തിരിച്ച് നല്ലത് പറയുന്നു. നിങ്ങളെ തീർത്ത് കളയുന്നു വരെ പറഞ്ഞപ്പോൾ നേഴ്സും വിട്ടുകൊടുക്കുന്നില്ല. ദേ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ എഡേഷൻ തന്ന് കിടത്തും എന്നുവരെ അവർ വരട്ടുന്നുണ്ട്. നേഴ്സ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോയതും വരുണിന്റെ അച്ഛനാണെങ്കിലും ചോദിക്കുകയാണ്, നീ എന്തിനാടാ ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നത്? എനിക്ക് കൺമണിയെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും എന്നെ തോൽപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളായിട്ട് ജീവിക്കണ്ട, ഞാൻ വിടത്തില്ല അവളെ. ഇന്നലെ രാത്രി എന്റെ അടിയുടെ ഉന്നം ഒന്ന് പിഴച്ചുപോയി. അല്ലെങ്കിൽ ഈ സമയത്ത് അവളുടെ വീട്ടിൽ മനോജിന്റെ ശവാടക്കം നടന്നേനെ. വരുണിന്റെ ഈ പ്രതികരണം കണ്ടിട്ട് അനിരുദ്ധാണെങ്കിൽ ഉപദേശിക്കുന്നുണ്ട് വരുണിനെ. വരുണെ, നീ കുറച്ച് ദിവസം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്ക്. ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങാൻ നിനക്ക് സമയം കിട്ടില്ല. ഇതൊക്കെ കേട്ട അനിരുദ്ധം തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന വരുണാണെങ്കിൽ അനിരുദ്ധിന് നേരെയും തട്ടിക്കയറുന്നു. വെറും പേടിച്ചുതൂറിയാണെന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധിനെ കളിയാക്കുന്നു. എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അനിരുദ്ധ അവസാനം തിരിച്ചു പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് കരുതിയാണ് ഞാൻ എല്ലാം കേട്ട് നിൽക്കുന്നത്. വലിയ ആള് കളിച്ചാ ചവിട്ടിക്കൂട്ടി ഭിത്തിയിൽ കയറ്റും ഞാൻ. അച്ഛാ, ഇവനെ മര്യാദ പഠിപ്പിച്ചില്ലെങ്കിലേ കാര്യങ്ങൾ പിന്നെ ആകെ വഷളാകും. ഞാൻ ഇവന്റെ കൂടെ നിന്നാലേ അവസാനം എന്റെ ജോലി വരെ തെറിക്കും. അനിരുദ്ധിനോട് പോകാൻ തന്നെ പറയുന്നുണ്ട് വരുൺ. നിന്റെ ജോലി തെറിച്ചില്ലെങ്കിലേ അത് തെറിപ്പിക്കാൻ എനിക്കറിയാം. സൈക്കോ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കയ്യിൽ ചുറ്റികയുമായിട്ട് വരും, ഓരോരുത്തരെയായി അങ്ങ് തലക്കടിച്ച് തീർക്കും. ഞാനും അങ്ങനെ വരികയാണോ? എന്നിട്ട് എല്ലാവരെയും തീർക്കും. ആദ്യം കൃഷ്, അവന്റെ നെറ്റിക്കായിരിക്കും ആദ്യം അടിക്കുന്നത്. പിന്നെ ആ മനോജിന്റെ കഴുത്തിലായിരിക്കും ഞാൻ ഉന്നം വെക്കുന്നത്. ഇത് കേൾക്കുന്ന അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദ്യം നിന്റെ കഴുത്തൊന്ന് ഉറപ്പിക്കാൻ, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യമൊന്ന്. ഈ ഒരു സമയത്താണ് അനിരുദ്ധിനൊരു ഫോൺ കോൾ കിട്ടുന്നത്. അതിൽ നിന്നും തന്റെ ജോലി നഷ്ടമായേക്കാമെന്ന വിവരം അനിരുദ്ധിന് ലഭിക്കുകയാണ്. അതിനെക്കുറിച്ച് വരുണിനോട് സംസാരിച്ചപ്പോൾ വരുൺ അത് ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. അനിരുദ്ധിന് അത് ദേഷ്യം ഉണ്ടാക്കുന്നു. എന്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്റെ എല്ലാം ഞാൻ ഒടുക്കിയൊന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അനിരുദ്ധിന്റെ പോക്ക്. ഇവിടെ കൃഷിന്റെ വീട്ടില് ബലരാമനും കൃപയും കൂടെ ചടങ്ങ് നടക്കാൻ പോകുന്നതിന്റെ ഭാഗമായി ഫേർണിച്ചേഴ്സൊക്കെ മാറ്റിയിട്ടും മറ്റും അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് കൃപ ബലരാമനോട് ചോദിക്കുകയാണ്, കുറച്ചു നേരം കഴിഞ്ഞാൽ ജ്യോത്സ്യം വന്ന് കല്യാണ ദിവസം കുറിക്കും. അപ്പൊ തന്നെ ഏട്ടന്റെ കല്യാണ ദിവസം കുറിക്കണമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. നമുക്കൊരാളെ തപ്പി കണ്ടുപിടിക്കണ്ടേ? എന്നാൽ അതൊന്നും ഇപ്പൊ വേണ്ടെന്നും ആദ്യം ഈ ചടങ്ങൊന്ന് കഴിയട്ടെ എന്നിട്ട് മതിയെന്നുമാണ് ബലരാമന്റെ അഭിപ്രായം.
നമുക്ക് അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാമെന്ന് കൃപ പറയുന്നുണ്ടെങ്കിലും ബലരാമൻ ആ വിഷയത്തിൽ നിന്നേ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ അവർ രണ്ടുപേരും വീണ്ടും ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ സുജാത വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ നീ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നേ, അവിടെ തന്നെ കിടന്നോട്ടെ. അല്ലമ്മേ, തിരുമേനി വരുമ്പോ അദ്ദേഹത്തിന് സൗകര്യമായിട്ടൊന്നും ഇരിക്കണ്ടേ, ഒരു ചടങ്ങല്ലേ, പിന്നെ കൺമണിയുടെ വീട്ടുകാരും വരുമല്ലോ. ബലരാമന്റെ വാക്കുകൾ കേട്ട് സുജാത, അതിനിപ്പോ എന്താ, ഇവിടെ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ ഇനിയും മതിയെന്ന് പറയുകയാണ്. സുജാത ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കുന്ന കൃപയാണെങ്കിൽ ബലരാമനോട് ഒന്ന് രഹസ്യത്തിൽ പറയാം, അമ്മ അല്പം ഒന്ന് ഇടഞ്ഞിട്ടാണ്, അമ്മയെ മെരുക്കാൻ ഏട്ടനെ കൊണ്ട് മാത്രമേ പറ്റൂ, അക്കാര്യമൊക്കെ ഞാൻ ഏറ്റവും ഏൽക്കുന്നുണ്ട്. ബലരാമനും ഇപ്പോഴേക്ക് സാഗറും അങ്ങോട്ട് വരുന്നു. രണ്ടുപേരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ എന്ന് ബലരാമനെയും കൃപയും കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം വലിയേട്ടന്റെ ഐഡിയ ആണെന്ന് പറഞ്ഞ് ബലരാമനെ പുകഴ്ത്തുന്നുണ്ട്. അനിയത്തിക്ക് ഇപ്പോഴും ചെറിയേട്ടനെയാണ് കൂടുതൽ സ്നേഹം എന്ന് പരിഭവത്തോടെ പറയുന്നുണ്ട് ബലരാമൻ. കൃപ അതിന് പറയുന്ന ന്യായീകരണം, പിന്നല്ലാതെ ഞാൻ ആവശ്യപ്പെടുന്ന എന്തും ചെറിയേട്ടൻ എനിക്ക് നടത്തി തരും, വലിയേട്ടന് ഓരോ ഗിഫ്റ്റ് വാങ്ങിത്താ, വർഷത്തിലൊരു മൊബൈല്, ആഴ്ചയിൽ 2 ഷോപ്പിംഗ്, ദിവസത്തിലൊരു ഔട്ടിംഗ്, അപ്പം ഞാൻ ചെറിയേട്ടനോടുള്ള ഇഷ്ടം വലിയേട്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൃപയുടെ സ്നേഹം വേണ്ട, ഇങ്ങനെ തന്നെ മതിയെന്ന് അഭിപ്രായപ്പെടുകയാണ് ബലരാമനും. നിന്റെയും കൃഷ്ണന്റെയും സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് അതുപോലെ തന്നെ പോകട്ടെ. ബലരാമൻ സ്വയം ഒഴിവാവാൻ നോക്കുന്നത് കാണുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒഴിയണ്ട, നമ്മൾ 3 പേരെ ഒറ്റ ടീമാന്ന് പറഞ്ഞ് ബലരാമനെ കെട്ടിപ്പിടിക്കുകയാണ് കൃപ. ഇവരുടെ സ്നേഹവും ഒത്തൊരുമയെല്ലാം കാണുമ്പോൾ സാഗറിനും സുജാതയ്ക്കാണെങ്കിലും പരമസന്തോഷം. വൈകാതെ മനോജും ശ്രീനിവാസനും കൂടെ സാഗറിന്റെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. സുജാത ഒഴികെ എല്ലാവരും അവരോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സുജാത അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും സാഗറിന് അത് കണ്ടിട്ട് സങ്കടമാവുന്നു. ബലരാമൻ തന്നെ പിന്നെ സുജാതയെ അനുനയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താനും തുടങ്ങുകയാണ്.